എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ ആണ് നടികർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ എത്തിയിട്ടുണ്ട്. കാണാം. ഇന്നലെ 6:30ക്കാണ് ലോഞ്ച്. ഒരു 8 മണിയുടെ ഉള്ളിലൊക്കെ ആയിട്ടാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ട്രെയിലർ. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. എന്താണെങ്കിലും കാണാം. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഒരു കളർഫുൾ ഈ ഹണീബി ഒക്കെ പണ്ട് നമ്മൾ കണ്ടില്ലേ, ആ ഒരു വൈബിലൊക്കെ ഫുൾ കളർഫുൾ ആയിട്ട് പാക്ക കോമഡി ആയിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതിന്റെ സംവിധാനം തന്നെയാണല്ലോ. അതെ, നമ്മുടെ ജൂനിയർ ആ ഒരു വൈബ് എന്തായാലും കീപ്പ് ചെയ്യുമെന്ന് വിചാരിക്കാം. അതെ, നോക്കാം. ഓക്കെ, തമ്പുരയിലുണ്ടല്ലേ, വേറെ ലെവലാ. കുതിരപ്പുറത്ത് വേറെ ലെവല്. ഓക്കെ, മൈത്രി മേക്കേഴ്സ്. പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കി അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ്. മുഹമ്മദ് സക്കീർ ഹൈലി താങ്കൾ സെറ്റിലൊക്കെ വന്ന് അലമുണ്ടാക്കുന്ന ഒരാളാണ് പൊതുവെള്ള സംസാരം. ദൗർഭാഗ്യവശാൽ എൻ്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരൻ്റെ കാര്യം ചെറിയൊരു പൊട്ടലും അന്ന് കാർ ഓടിച്ചിരുന്നത് ഞാനായിരുന്നു. ആക്ടർ ഞാനാണ്. ഞാൻ നാട്ടിൽ ചെന്നിട്ട് മാസ്റ്റർ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലാണ്ട് ആക്ടിംഗ് ഒക്കെ ആയിട്ട് പഠിക്കണോ? എന്റെ ആദ്യത്തെ 3 പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നോ? ഒരെണ്ണം ഇൻഡസ്ട്രി ഹിറ്റും അത് ചെയ്തത് ഞാൻ തന്നെയല്ലേ? ആദ്യത്തെ 3 സൂപ്പറാണ്. ഞാൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തന്റെ പണിയാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. സ്റ്റാലിൻ സ്വാസ്തി, ബോളോസ് സ്വാസ്തി, ആശാമഴ തട്ടകം, അത് ഒരാൾക്കൊണ്ട് ചെയ്യാൻ പറ്റും. അവസാനമായിട്ട് എന്താണ് സിംഹാസനം സിംഹാസനം അമ്മോ, അതൊന്നും ഒരാൾക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ വരലുകൊണ്ട് അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്കോപ്പുള്ള ഈ സീനല്ല ഇപ്പോൾ മനസ്സിൽ പറഞ്ഞു. ഇത് ഫുള്ള് വൈബ് തന്നെ ആയിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് നല്ല കോമഡിയിൽ പോണത് ട്രെയിലർ കേട്ടോ. സീരിയസും ആണ്. സിനിമയിലേക്ക് വരുമ്പം എത്രമാത്രം കോമഡി ഉണ്ടെന്നും സീരിയസ് ഉണ്ടെന്നൊക്കെ കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും സൂപ്പർ സ്റ്റാറിന്റെ കഥ, ഒരു മറ്റേ പൊട്ടണ ലോട്ടറി അടിക്കാന്ന് പറഞ്ഞ പോലെ 3 ഹിറ്റ് അടിച്ച സൂപ്പർ സ്റ്റാറിന്റെ കഥ. അതൊരു ഇൻഡസ്ട്രി, അതെ, ഒരു ഇൻഡസ്ട്രി 2 ബ്ലോക്ക് ബസ്റ്റേഴ്സും. അതിനുശേഷം ആള് അഭിനയം മറന്നതുപോലെയാണ് തോന്നുന്നത് കേട്ടോ. അഭിനയം മറന്നിട്ട് ഇപ്പൊ രഞ്ജിത്ത് ഒരു കഥാപാത്രത്തിൽ ചെയ്യുന്നുണ്ട്, അതായത് സംവിധായകൻ തന്നെ ആയിട്ടാണ്. അതെ, ആള് ഫീൽ എവിടെയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അഭിനയിക്കാൻ അറിയുന്നില്ല എന്നുള്ള ആ ഒരു പ്രശ്നം ആള് നേരിടുന്നുണ്ട്. പിന്നെ ആള് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് ഞാൻ അഭിനയം പഠിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. കൊള്ളാം. ലാസ്റ്റത്തെ സീൻ അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടന്റെ വിരലൊക്കെ അഭിനയിക്കുന്ന ടീസറിന്റെ ലാസ്റ്റ് ഭാഗം. അതെ, മറ്റേ ചന്തു സലീംകുമാറിന്റെ മകൻ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, കൈ ഇങ്ങനെ പറിച്ചിട്ട്. ഉണ്ണി മുകുന്ദൻ ആരാധകരെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഈ കാണിച്ചില്ലേ, ഈ കാണിച്ചപ്പോ എന്താ പറ്റിയെന്നറിയോ? ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു, പക്ഷെ ആ വിറ വന്നില്ല. ഞാൻ അതുപോലെ ചെയ്തല്ല, സാധനം പറഞ്ഞു കൊടുത്താണല്ലേ. അത് അതുപോലെ അതിന്റെ വേറൊരു ഭാഗം വേറെ രീതിയിൽ ഇതിന്റെ ലാസ്റ്റിലേക്ക് കൊണ്ടുവന്നു. ടീസറിൽ അത് വേറെ രീതിയിൽ, ട്രെയിലറിൽ വേറെ രീതിയിൽ. ഇതിന്റെ ക്ലൈമാക്സ് അതാണല്ലോ കൊടുത്തിട്ടുള്ളത്. സംഭവം ഈ ക്ലൈമാക്സിലേക്ക് വന്നപ്പോ തന്നെ പൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ സൗബിനും പിന്നെ സുരേഷ് കൃഷ്ണ പിന്നെ നമ്മുടെ എല്ലാവരുടെയും പേര് ഇപ്പൊ മറന്നു പോവാണല്ലോ. ആരാണ്? ലാലിന്റെ ജൂനിയറിന്റെ അനിയന്. നമ്മുടെ ബാലു വർഗീസ്. ഇവര് 4 പേരുമാണ് ഒരു സെറ്റ് ആയിട്ട് ഇങ്ങനെ പോണത്. ഇവർ 2 പേരും ഒരുമിച്ചുള്ള ആൾക്കാരാണ്. സുരേഷ് കൃഷ്ണയും പിന്നെ നമ്മുടെ ബാലു വർഗീസും. പിന്നെ അഭിനയം പഠിപ്പിക്കാൻ വരുന്ന ഒരാളായിട്ടോ അല്ലെങ്കിൽ
ഒരു പുതിയ സിനിമ, അതായത് ഫീൽഡ് ഔട്ട് ആയി നിൽക്കുന്ന, അതിന് ഫീൽഡ് ഔട്ട് ആകാൻ പോകുന്നതിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരാളെ കരകയറ്റാൻ വരുന്ന ഒരു പുതിയ ഡയറക്ടറായിട്ടുള്ള ഒരാളായിരിക്കാം മേ ബി സൗബിൻ. ടീസറിൽ ചന്തുവിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ട്രെയിലറിൽ വന്നപ്പോൾ ചന്തുവിനെ എവിടെയും കാണിച്ചിട്ടില്ല അല്ലേ? മുഴുനീള കഥാപാത്രം ആയിരിക്കില്ല ചിലപ്പോൾ, ചെറിയ 1-2 സീനുകളിലേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. പക്ഷെ ആളെ ഉപദേശിക്കുന്ന, അതായത് തെറ്റായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാവാം ഏത് ഈ ക്ലൈമാക്സിലെ സീൻ വന്നത്. അത് തന്നെ കോമഡിയാ. കാരണം അതേപോലത്തെ ഒരു സീൻ ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ വേണ്ട, അടുത്ത സിനിമയിൽ വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് സംഭവം ശരിയാട്ടെ. ഈ സൂപ്പർ സ്റ്റാറുകളായി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സിനിമകൾ പൊട്ടും. പിന്നെ ഇവർക്ക് മറ്റു സിനിമകളിൽ ഹിറ്റായ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ആ വൈബ് പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ല എങ്ങനെ ഇനി സിനിമ വിജയിപ്പിക്കുക എന്നുള്ളത്. ഇവര് പലതിനും ശ്രമിക്കും. അതെന്താണെന്നറിയോ, ഒരു പദവി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരാണ് അതിന്റെ എല്ലാം എന്നുള്ളതിലേക്ക് അങ്ങ് എത്തുകയാണ്. ശരിക്കും അത് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു പാട്ട്, അതാണ് സൗബിൻ പറഞ്ഞത്, നീ എന്ന് സൂപ്പർ സ്റ്റാർ ആയോ അന്ന് കഴിഞ്ഞു. അത് സത്യമായിട്ടുള്ള സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ആ സംഭവം വന്ന് ഞാനെല്ലാം അഭിനയത്തെ കുറിച്ച് എല്ലാം തികഞ്ഞ ആളാണ് ഞാൻ എന്നുള്ളൊരു ധാരണ എത്തുകയാണ്. അത് മാത്രമല്ല, അതിലൊരു വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സൂപ്പർ സ്റ്റാർ പദവി വന്നു കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫാമിലി സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിൽ വിജയ് ദേവരകൊണ്ട ഇപ്പോൾ സ്റ്റാറാണ്. അപ്പോൾ ആള് അവിടെ വരുന്ന സമയത്ത് സ്ക്രീനിൽ ഏതൊക്കെ പെൺകുട്ടികൾ വരുന്നോ അവർക്കൊക്കെ ആളോട് ക്രഷ് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് സ്വാഭാവികമായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് തോന്നാത്തതുകൊണ്ടാണ്. ആളെ സൂപ്പർ സ്റ്റാറായി അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് കാണുന്നവർക്കൊക്കെ ക്രഷ്. ഭയങ്കര സൗന്ദര്യം കരുതിയിട്ട് എന്താ ക്രഷ് അടിക്കുമോ? പിന്നെ ആ ഒരു അതിൽ നിന്ന് അങ്ങോട്ട് താഴോട്ട് പോവാനേ ഒരു മടി തന്നെ. അതാണ് എല്ലാ കഥാപാത്രത്തിനും പിന്നെ പറ്റുക. അതായത് സാധാരണ ഇപ്പോൾ ഒരു ക്ലൈമാക്സിലേക്ക് വരുന്നു, ക്ലൈമാക്സിൽ കൂടെ നിൽക്കുന്ന വേറെ ആരെങ്കിലും ചെറുതായിട്ട് സ്കോർ ചെയ്യാൻ പോലും സ്പേസ് കൊടുക്കാൻ പറ്റില്ല. അതാണ് സൂപ്പർ സ്റ്റാറുകളുടെ പ്രശ്നം. എന്തായാലും ഇതൊക്കെ നമുക്ക് നടികരിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ട്രെയിലറിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം. ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാവും തീർച്ചയായിട്ടും. അതിനകത്ത് ഭാവനയുടെ ഡയലോഗും ഒക്കെ വരുന്നുണ്ട്. കാരണം അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിരിക്കും. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമ കേട്ടോ. എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം എനിക്ക് മലയാളി ഫ്രം ഇന്ത്യ മെയ് 1 നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ്. പിന്നെ മെയ് 3 നടികർ, അത് വേറിട്ട രീതിയിലുള്ള സാധനം, കളർഫുൾ ആയിട്ടുള്ള ഐറ്റം. പിന്നെ 16 ഗുരുവായൂർ അമ്പലം നടക്കും. അതെ. പിന്നെ ഹൃദയഹാരിയായ പ്രണയം, രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. എന്താണെങ്കിലും ഈ മെയ് മാസവും എല്ലാവരും ലോൺ എടുക്കാൻ റെഡി ആയിട്ടിരുന്നു, തകർക്കാനുള്ളതാണ്. ഈ മാസം ഉണ്ടാവും എന്തായാലും ഒരു 200 കോടിയെങ്കിലും. കോസ്റ്റ്യൂംസ് ഒക്കെ വളരെ പിന്നെ ആളുടെ ലുക്ക് കാര്യത്തിലാണെങ്കിലും ഇത് ഓരോ സിനിമയിലെ സീനുകൾ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. അഭിനയിക്കുന്ന കഥാപാത്രമാണെങ്കിൽ പോലും ഇത് ഒറിജിനൽ ടോവിനോ ആണല്ലോ. ഏതൊക്കെ ഗെറ്റപ്പിലെ വരുന്നത് നോക്ക്. സത്യം, ഏത് ലെവലിക്കും പോകാൻ പറ്റും. ആ മുടിയുള്ള ലുക്ക് പോലീസുകാരനായിട്ട് സക്കീർ ഹുസൈൻ, ഹൈലി ഇൻഫ്ലേമബിൾ. പിന്നെ ഒരു സൂപ്പർ ഹീറോ ഉണ്ട്. പിന്നെ സൂപ്പർ ഹീറോ ആയിട്ട് എല്ലാ ആൾക്ക് സെറ്റാ. എല്ലാ ആളും ചെയ്തിട്ടുള്ളതാണ്. കൽക്കി, മറ്റേ മിന്നൽ മുരളി, പിന്നെ മറ്റേ എന്തായിരുന്നു ആദ്യം പറഞ്ഞ ഏതായിരുന്നു സാധനം, മുടി വളർത്തിയത്. അതേതായിരുന്നു സിനിമ? പിന്നെ ആലോചിക്കാം. ARM വെച്ചിട്ട് നമുക്ക് പറയാം പിന്നീട്.